ഈ ഓണക്കാലത്ത് കേരളത്തിൽ റിലീസ് ചെയ്ത ലോക, അതിൻ്റെ ആദ്യ ഭാഗം ചന്ദ്ര എന്ന സിനിമ ലോകത്താകമാനം ഒരു വൻ ഹിറ്റായി മാറി. ഒരു ചരിത്രത്തിൽ ഇടം നേടുന്ന തരത്തിൽ കളക്ഷനും നേടിയിരിക്കുന്നു. മലയാളത്തിൽ ഇതുവരെ വന്ന യക്ഷി സങ്കല്പങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് പുതിയൊരു യക്ഷി, അതാണ് ലോകയിലെ കല്യാണി പ്രിയദർശൻ ചെയ്യുന്ന കഥാപാത്രം നീലി. കള്ളിയാങ്കാട്ട് നീലിയെയും അതുപോലെയുള്ള പല യക്ഷികളെയും കേരളത്തിലെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്, സിനിമയിലൂടെയും നാടകത്തിലൂടെയും അല്ലാതെയുമൊക്കെ. പക്ഷെ ഇത് എല്ലാ യക്ഷി സങ്കല്പങ്ങളെയും അട്ടിമറിച്ച് കളഞ്ഞു. സ്വീഡനിൽ നിന്ന് വിമാനമിറങ്ങി ബാംഗ്ലൂരിലെ ഏറ്റവും പുതിയ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന യക്ഷി, അത് ഒരു വല്ലാത്ത ചങ്കൂറ്റം തന്നെയാണ്. അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേയും അങ്ങനെ ഒരു സിനിമയും പ്രേക്ഷകരിലേക്ക് ഇറക്കി വിടുവാൻ. അതാണ് നമ്മൾ പറഞ്ഞത്, ഈ പുതിയ തലമുറ അത്ഭുതാവഹമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിൽ പഴയ തലമുറ ഫാസിലും വിനയനും അങ്ങനെ യക്ഷി അല്ലെങ്കിൽ ഈ സൂപ്പർ ഹ്യൂമൻ സാന്നിധ്യമുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള പല സംവിധായകരും അത്തരം ഒരു യക്ഷിയെ പ്രസന്റ് ചെയ്യാൻ എന്തെല്ലാം ഘടകങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത്, എന്നിട്ടാണ് അവരെ പ്രസന്റ് ചെയ്യുന്നത്, യക്ഷിയുടെ ഒരു രൂപത്തിലേക്ക് വരുന്ന മുഹൂർത്തം സൃഷ്ടിക്കുന്നത്. മണിച്ചിത്രത്താഴിലൊക്കെ അത്തരം മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ എന്തെല്ലാം ഉപോത്ബലകമായ കഥകളും അതിൻ്റെ വിശ്വസനീയമായ ചില പശ്ചാത്തലങ്ങളും എല്ലാം ഒരുക്കിയതിന് ശേഷമാണ്. എന്നാൽ ലോക എന്ന സിനിമയിൽ കള്ളിയാങ്കാട്ട് നീലി തെക്കൻ തിരുവിതാംകൂറിലെ ഒരു സാങ്കല്പിക ഒരു പുരാതനമായ സാങ്കല്പികമായ ഒരു മിത്ത്, അങ്ങനെ വളർന്നു വന്നൊരു യക്ഷിക്കഥയാണ്. ആ കള്ളിയാങ്കാട്ട് നീലിയാണ് 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഒരു കൊച്ചു സുന്ദരിയായ പെണ്ണ്. അപ്പോൾ അവള് പേരെന്താ? നീലി. അപ്പോൾ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ടല്ലോ, കള്ളിയാങ്കാട്ട് നീലി. അത് തന്നെ. അപ്പോൾ അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്.